75 ദിവസമാണ്. 75 ദിവസമാണ് മക്കളെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബാക്കിയുള്ളത്. ഈ 75 ദിവസം എങ്ങനെ പഠിച്ചാൽ ഈ ക്രിസ്മസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പിക്കുക എന്നുള്ളതിൻ്റെ പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ A+ വേണമെങ്കിൽ A+ എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ തന്നെ ഫുൾ A+ അതിൻ്റെ അടുത്തെങ്കിലും എത്തിയാൽ, അതായത് പകുതി സബ്ജക്ട്സിൽ നിങ്ങൾ A+ ക്രിസ്മസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഫുൾ A+ ഗ്യാരണ്ടീഡ് ആണ്. ഇത് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ കോമൺ സെൻസ് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ തന്നെ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ കുറച്ചും കൂടി സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുകയും റിവൈസും ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ A+ ആദ്യം കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ഈ 75 ദിവസം നമുക്ക് ക്രിസ്മസ് എക്സാമിന് ബാക്കിയുണ്ടെങ്കിൽ 75 ദിവസവും നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി മെല്ലെ പഠിച്ചു പോയാൽ പോരാ. അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഡിസംബർ 10, 11 ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡിസംബർ 9 വരെ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമോ? പറ്റില്ല. ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം റിവൈസ് ചെയ്യണം, ചോദ്യങ്ങൾ ചെയ്യണം, കുറേ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുണ്ടാവും. ഓണപരീക്ഷ പോലെയല്ല, ഓണപരീക്ഷയിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് എക്സാമിൽ ഓണപരീക്ഷയിലുള്ള ചാപ്റ്റേഴ്സും അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ റിവൈസ് ഒക്കെ ചെയ്യാനും അതിൻ്റെ ചോദ്യങ്ങളും ചെയ്യാനും സമയം കൂടുതലെടുക്കും. അപ്പോൾ ആ റിവിഷനും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൂടുതൽ വെക്കണം. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എടുക്കേണ്ടത്? മിനിമം നിങ്ങൾ നവംബർ 15 ഈ സമയത്തോടു കൂടെ, ഈ ദിവസത്തോടു കൂടെ നിങ്ങളുടെ സിലബസ് തീർത്തിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു മാസം ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ സമയം ആവശ്യമാണ്. ഇതെന്തോ എക്സ്ട്രാ ചെയ്യുന്ന കാര്യമല്ല റിവിഷൻ എന്ന് പറഞ്ഞാൽ. പല വീട്ടിലും വിചാരിക്കുന്നത് റിവിഷനൊക്കെ എക്സ്ട്രാ അല്ലേ, നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക, ഇതിൽ പരീക്ഷ എഴുതുക. റിവിഷന് സമയം കിട്ടിയ നല്ല കാര്യം. ഒരിക്കലുമല്ല. നിങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റ് ആയിരിക്കും. കാരണം പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി മറന്നു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ റിവൈസും കൂടെ ചെയ്തില്ലെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ പഠിച്ചായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷന് മുമ്പ് ഉണ്ടായിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്താണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് സമയം വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 15ഓടുകൂടി നമ്മൾ സിലബസ് തീർത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാന്. ഇനി ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് ഓരോ ദിവസത്തേക്കും ഇനി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ഇന്ന്, നാളെ, മറ്റന്നാൾ, അങ്ങനെ നവംബർ 15, 14 വരെയുള്ള ദിവസങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ? അത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പക്ഷെ എന്ത് പ്രാക്ടിക്കലാണ്? എല്ലാ വീക്കും നിങ്ങൾ എന്ത് പഠിക്കണം, ഓരോ ആഴ്ചയും, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, എന്തൊക്കെ ഞാൻ ഓരോ ദിവസം പഠിക്കണം, അത് ഓരോ ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്ലാന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നവംബർ 15 വരെയുള്ള പ്ലാൻ ഉണ്ടാക്കണ്ട. ഈ ആഴ്ച അല്ല അടുത്ത വരുന്ന ആഴ്ച എന്ത് ചെയ്യുന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തു പോയാൽ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, ഈ നവംബർ 15ഓടുകൂടെ നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നോളും. അപ്പോൾ എങ്ങനെയാണ് ഈ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. പല രീതിയിലും ചെയ്യാം. ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഇതിൽ എങ്ങനെയൊക്കെ ഇത് മോഡിഫൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ രീതി എന്താണ്? നിങ്ങൾ ഒരു വീക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇന്ന് സാറ്റർഡേയോ സൺഡേ ആണെങ്കിൽ അടുത്ത മൺഡേ മുതൽ ആ ഒരു സാറ്റർഡേ വരെ, സൺഡേ കൂടെ പഠിക്കാൻ പറ്റുകയാണ് നല്ലതാണ്, പക്ഷെ സാറ്റർഡേ വരെയെങ്കിലും എങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കുന്നുള്ള കാര്യം നിങ്ങൾ സിമ്പിൾ പ്ലാൻ ഉണ്ടാക്കുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ മൺഡേ ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ പറ്റുമോ? ഒരു പകുതി പഠിക്കാൻ പറ്റുമായിരിക്കും. പകുതി ഞാൻ പഠിക്കും. ഇതാണ് എൻ്റെ അന്നത്തെ ഗോൾ. അതുപോലെ ട്യൂസ്ഡേ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി. വെനസ്ഡേയോടുകൂടെ അതേ ഫിസിക്സിൻ്റെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളാക്കുന്നു, തീർക്കുന്നു. മാത്സ് ചാപ്റ്റർ 4 നമ്മൾ ഫുള്ളാക്കുന്ന അടുത്ത ദിവസം. ഫ്രൈഡേ നമുക്ക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം, ഒരു പകുതി ആക്കി വെക്കാം. സാറ്റർഡേ എപ്പോഴും എന്തായിരിക്കണം? സാറ്റർഡേ അല്ലെ സൺഡേ എപ്പോഴും എന്തിരിക്കണം? റിവിഷന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പരീക്ഷയുടെ തലേന്ന് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുമ്പോൾ തന്നെ റിവൈസ് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റ് ദിവസം പഠിച്ച കാര്യമില്ലേ ഫിസിക്സിൻ്റെ, ഈ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും അതിലെ ഓൾമോസ്റ്റ് പകുതിയോളം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ശരിക്കും നിങ്ങൾ നോക്കി നോക്ക്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പകുതിയോളം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർത്തെടുക്കണ്ടേ? കാരണം നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ആ പകുതിയോളം മറന്നിട്ട് അങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ബാക്കി പകുതിയും കൂടെ മറന്നുപോയിട്ടുണ്ടാവും. അത് ഓൾമോസ്റ്റ് 75% നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് 100% മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ ഇതിനെ നിങ്ങൾ പഠിച്ചത് ഈ ദിവസം വേസ്റ്റ് ആയിപ്പോയില്ലേ? അപ്പോൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അത് വേസ്റ്റ് ആക്കാതിരിക്കണമെങ്കിൽ പീരിയോഡിക്കലി റിവൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാവണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരെ പഠിച്ച മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? സാറ്റർഡേ കുത്തിയിരുന്ന് റിവൈസ് ചെയ്യുക. അന്നത്തെ ദിവസം പഠിക്കണ്ട. അന്നത്തെ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിവിഷനാണ്.
അപ്പോൾ ആ ഒരു പണിയും കൂടെ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാവണം. ഇനി ടൈം ടേബിൾ ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടോ, വീക്ക്ലി പ്ലാൻ ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടോ, ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബാച്ചിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ബാച്ചിന് ടൈം ടേബിൾ മതി. സാർ ബാച്ചിന് ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കണോ? നിങ്ങൾ ഉണ്ടാക്കണം. ബാച്ചിന് ടൈം ടേബിൾ ഉണ്ടാവും, അത് പ്രകാരം തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ കിട്ടിയാലേ അത് ചെയ്യാൻ തോന്നും. ബാച്ച് നടക്കട്ടെ, അതേ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിക്കൂടാ. ഓൾമോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒരു ലൈവിൽ വന്നിട്ട് ഒരു ചാപ്റ്റർ ഫുൾ എടുത്ത് തീർക്കില്ലല്ലോ, പകുതി ആയിരിക്കും തീർക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെയും പ്ലാൻ ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് തീർന്നോളും. ബാച്ചിൽ ഇല്ലാത്ത കുട്ടിയാണ് നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വൺ ഷോട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ പോയിന്റ് ഈസ് യു ഷുഡ് ഹാവ് എ വീക്ക്ലി പ്ലാൻ. ഇനി ഈ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരു 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഒരു വീക്ക് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്യണം. മൾട്ടിപ്പിൾ വീക്സ് പ്ലാൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു വീക്ക് നിങ്ങൾ ഫുൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്നുള്ളവർ. ഭയങ്കര സ്ലോ ആയിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നിങ്ങൾ 5-6 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. നവംബർ 15 നിങ്ങൾ സിലബസ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടണം. ഓക്കെ, ഓവർ സ്പീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ 2-3 വീക്ക് നിങ്ങൾ ആക്ച്വലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കി അല്ലെ, ഇതുപോലത്തെ വീക്ക്ലി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി, എന്നിട്ട് മൺഡേ ദിവസം കഴിഞ്ഞു. അപ്പോൾ ട്യൂസ്ഡേത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മൺഡേ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ട്യൂസ്ഡേ എക്സാക്ട്ലി എന്താണ് ചെയ്യാന്നുള്ള കാര്യം ഒന്നും കൂടി നിങ്ങൾ സെറ്റാക്കണം. അതായത് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ പകുതിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഒന്നെങ്കിൽ ബാച്ച് ലൈവ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വൺ ഷോട്ട് ഉണ്ടോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരിക്കലും എന്ത് ചെയ്യരുത്, അന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അപ്പം നിങ്ങൾ ചിന്തിക്കരുത് എവിടെ പോയി ഇതിൻ്റെ നോട്ട്ബുക്ക്, എവിടെ പോയി ഇതിൻ്റെ യൂട്യൂബിലെ ക്ലാസ് അല്ലെങ്കിൽ ബാച്ചിൻ്റെ ക്ലാസ്, അപ്പം ചിന്തിക്കുക. അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക. അങ്ങനെ നേരത്തെ നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ നേരെ കാര്യത്തിലേക്ക് കൊണ്ട് കിടക്കാൻ പറ്റും. അവിടെ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് കുറച്ച് മടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ മെല്ലെ തുടങ്ങാം. അപ്പം 5 മണി 5:30 ആയിട്ടുള്ളൂ, 6:30 ആവട്ടെ, മെല്ലെ തുടങ്ങാം. ആ പ്രശ്നം വന്നാൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ പ്ലാനിങ് തലേ ദിവസം എല്ലാം റെഡിയാക്കണം. നോട്ട്ബുക്ക് റെഡി ആയിരിക്കണം. അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ദിവസത്തെ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്ന ട്രിക്കാണ്, അല്ലാതെ വെറുതെ ഞാൻ കോമഡി പറയല്ല. അതായത് നിങ്ങൾ അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെറുതെ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ സ്കൂൾ വിട്ട് വന്നു, സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭക്ഷണം കഴിച്ചു, കാര്യങ്ങൾ ചെയ്യുക, പഠിക്കാനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മടി വരുന്നു അല്ലേ, എല്ലാവർക്കും മടി വരും, വേണം ഇപ്പോൾ വേണം, കുറച്ച് നേരം ഗെയിം കളിച്ചിട്ട് പോരെ, കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ട് പോരെ എന്നൊക്കെ കളിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ തോട്ടിനെ മറികടക്കുന്നു, ഇല്ല ഞാൻ പഠിക്കും. അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ഡീറ്റെയിൽ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. അതും വിരസമൊന്നുമില്ല, മാത്സ് ആണ്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഞാൻ പഠിക്കാതെ പറ്റില്ല, കാരണം എന്നാണേലും ഞാൻ പഠിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് A+ കിട്ടും ഒക്കെ ആലോചിക്കുന്നു. നമ്മൾ പഠിക്കുന്നു, അതിനിടയിൽ ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്, ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ചേട്ടനോ ചേച്ചിയോ അനിയനോ ആരെങ്കിലുമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സമയം നമ്മൾ പഠിക്കും. അതിന് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗെയിം കളിക്കാനും ഇൻസ്റ്റാഗ്രാം നോക്കാനും ഒക്കെ നമ്മൾ സമയം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ആ പഠനത്തിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളും ആ ബുദ്ധിമുട്ടുകളും നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് നിങ്ങൾ ആ കാര്യങ്ങൾ ആക്ച്വലി ചെയ്യില്ല, നമ്മൾ അടുത്ത ദിവസം ചെയ്തോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ, ഈ കൺഫ്യൂഷൻസ് ഒക്കെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കൺഫ്യൂഷൻസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സബ് കോൺഷ്യസിൽ തന്നെ എന്തുണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്, അത് തന്നെ അങ്ങോട്ട് വന്നോളും. ഈ ഒരു കാര്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തരാം. മാത്രമല്ല, ഞാനും പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ദിവസങ്ങളിൽ ഞാനും എന്ത് ചെയ്യും, നേരത്തെ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്താണ് ഭയങ്കര ഈസിയായി മാറാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്കും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ട്രിക്കും കൂടി ഉപയോഗിച്ചിട്ട് വീക്ക്ലി പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി നവംബർ 15 നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ് തീർക്കണം. എന്നിട്ട് ക്രിസ്മസ് എക്സാമിന് തന്നെ ആ A+ അടിച്ച് നമുക്ക് വേറെ ലെവലിലെത്തണം. വേണ്ടേ? വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീക്ക്ലി പ്ലാൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീക്ക്ലി പ്ലാൻ എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഉണ്ടാക്കുമെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് സർ ഐ വിൽ മേക്ക് എ വീക്ക്ലി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ബോക്സിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെ വേണമെങ്കിൽ കമന്റ്. നമുക്ക് ഇനിയും കാണാം.